തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സ്നേഹിതരെ, 4 പേരുള്ള ഒരു കുടുംബം, അപ്പനും അമ്മയും 2 കുട്ടികളും. 13 വയസ്സുള്ള ജോണിയും 10 വയസ്സുള്ള ജീനയും. ഒരു ദിവസം രാവിലെ അപ്പനും ജോണിയും കൂടെ വീടിൻ്റെ പൂമുഖത്തിരുന്ന് പത്രം വായിക്കുകയാണ്. അമ്മയും ജീനയും വീടിൻ്റെ അടുക്കളയിൽ കുറച്ച് ജോലികളിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീണ് പൊട്ടുന്നതിൻ്റെ ശബ്ദം കേട്ടു. ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോണി പപ്പയോട് പറഞ്ഞു, പപ്പ, ആ പാത്രങ്ങൾ വീഴ്ത്തിയത് ജീനയല്ല, അമ്മയാണ്. പപ്പ ചോദിച്ചു, എങ്ങനെയാണ് ജോണി നിനക്കത് മനസ്സിലായത്? ജോണി പറഞ്ഞു, ജീനയാണ് പാത്രങ്ങൾ വീഴ്ത്തിയതെങ്കിൽ അമ്മ ജീനയെ വഴക്ക് പറയുന്നതിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. പപ്പ കേട്ടില്ലേ? ആരും ഒന്നും പറയുന്നില്ല, വലിയ നിശബ്ദതയാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ വഴക്ക് പറയുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു അളവുകോല് കൊണ്ടാണ്. നമ്മൾ നമുക്കൊരു അളവുകോലുണ്ടാക്കും, മറ്റുള്ളവർക്കും ഒരു അളവുകോലുണ്ടാക്കും. എല്ലാവർക്കും ഒരേ അളവുകോൽ തന്നെ പോരെ, നമുക്കും മറ്റുള്ളവർക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ കടന്നു പോകുമ്പോൾ ഒരു യുവാവിനെ കാണുന്നുണ്ട്, അത്തിമരച്ചുവട്ടിൽ. അവനെ നോക്കി ഈശോ വിളിക്കുന്നു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. നഥാനയേലാണത്. ഒരുപക്ഷെ അതിലെ കടന്നുപോയ പലരും അവനെ നോക്കി പല പേരുകൾ വിളിച്ചു കാണും. അവർക്കൊക്കെ ഓരോ അളവുകോലുകളുണ്ടായിരുന്നു. സ്വയം തങ്ങളെ തന്നെ അളക്കാനുള്ള അളവുകോലും മറ്റുള്ളവരെ അളക്കാനുള്ള അളവുകോലും. എന്നാൽ ഈശോ അവനെ മനസ്സിലാക്കി, അവൻ്റെ ഉള്ളിലെ നന്മയെ തിരിച്ചറിഞ്ഞു. നിന്നെ ഞാൻ നേരത്തെ തന്നെ അറിയുമായിരുന്നു. ഈശോ നഥാനയേലിനോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്. പ്രിയമുള്ളവരെ, സ്വയം നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും അതോടൊപ്പം അതേ അളവുകോല് കൊണ്ട് തന്നെ മറ്റുള്ളവരെ അളക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും ദൈവസന്നിധിയിൽ പ്രീതിയുള്ളവരുമായി തീരാൻ നമുക്ക് കഴിയും. നുറുങ്ങുവെട്ടം.